യേശുക്രിസ്തുവിൽ ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മുടെ എല്ലാ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവത്തിന് തിരുമുമ്പിൽ സമർപ്പിക്കാം. നമ്മുടെ ഇടവക ദേവാലയത്തെയും ദേവാലയത്തിലെ എല്ലാ കുടുംബങ്ങളെയും, നമ്മളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളെയും, നമ്മുടെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും, പ്രത്യേകമായിട്ട് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകമായ അവസ്ഥകളെയും ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ യുദാസിയുടെ മധ്യസ്ഥത്തിനായി വിശുദ്ധ പേരിൽ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സർവേശ്വരോ സ്തുതി
സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന് നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നൽകിയിട്ടുള്ളതുമെന്നാൽ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഈ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ ഒരു ചൂടി നടക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥനിലെ പോലെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മധ്യവും നിത്യമഹോന്നതമാമുത്താനും നീയരുളുന്നു. അക്ഷയസാധനുമയാത്മാവേ, ഉത്തമരക്ഷയുമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകും. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ്വര, പരിപാവനാം ബലവാനീ, പരിപാവനാം അമർത്യനീ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരെ സംവേദനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും മർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. എല്ലാവർക്കും പരിശുദ്ധാത്മാവായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സഹോദരനെ, വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം 10-ാം അധ്യായം 3 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ചുകൊണ്ടിരിക്കണമേ. മിശിഹാ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ.
ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമുദായത്തിലെ ജഡികമല്ല, ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ ശക്തങ്ങളാണ്. ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും അവിധത്തിപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുസരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴടക്കുകയും ചെയ്യുന്നു. നിങ്ങൾ പൂർണ്ണമായി അനുസരിക്കുന്നവരായിരിക്കുന്ന ശേഷം അനുസരിക്കാത്തവരെ ശിക്ഷിക്കാൻ ഞങ്ങൾ സന്നദ്ധരായിരിക്കുകയാണ്. നിങ്ങൾ കൺമുൻപുള്ളത് കാണുക. ആരെങ്കിലും താൻ ക്രിസ്തുവിനുള്ളവനാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്നെങ്കിൽ ഞങ്ങളും അവനെ പോലെ ക്രിസ്തുവിനുള്ളവരാണെന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടെ. ഞങ്ങളുടെ അധികാരത്തെ പറ്റി ഞാൻ കുറച്ചധികം പ്രശംസിച്ചാലും അതിനെ എനിക്ക് രക്ഷിക്കാനില്ല. നിങ്ങളെ കൊടുത്തുയർത്താനാണ് നശിപ്പിക്കാനല്ല. കർത്താവ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത്. ലേഖനത്തിലൂടെ നിങ്ങളെ ഭയപ്പെടുത്തുന്നവനായി എന്നെ നിങ്ങൾ കണക്കാക്കരുത്. എന്തെന്നാൽ ചിലർ പറയുന്നു, അവന്റെ ലേഖനങ്ങൾ ഇരുട്ടതും ശക്തവുമാണ്. എന്നാൽ എന്റെ ശാരീരിക സാന്നിധ്യം അശക്തവും ഭാഷണം മനസ്സിലെ ശാന്തവുമാണ്. അകലെയായിരിക്കുമ്പോൾ ലേഖനത്തിലൂടെ പറയുന്നത് തന്നെയാണ് അടുത്തായിരിക്കുമ്പോൾ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് ഇപ്പോൾ ധരിക്കട്ടെ. നമ്മുടെ പഴപോലെ പ്രിയത്തെ വചനം ഹൃദയവയലുകളിൽ ഉണർന്നീന ചിലവീന ഹൃദയവയലുകളിൽ പഴപോലെ പ്രിയത്തെ വചനം ഹൃദയവയലുകളിൽ ഉണർന്നീന ചിലവീന ഹൃദയവയലുകളിൽ സത്യവചനം തിരുവചനം മറുമഴയായി പൊഴിയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സത്യവചനം തിരുവചനം മറുമഴയായി പൊഴിയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വത്തിന് സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായെ സ്തുതി. അധ്യായം 12 4 മുതലുള്ള തിരുവചനങ്ങൾ. എന്റെ സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം. കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. അതേ ഞാൻ പറയുന്നു, അവനെ ഭയപ്പെടുവിൻ. 5 കുരുവികൾ 2 നാണയത്തൊട്ടിനെ വിളിക്കപ്പെടുന്നില്ലേ? അവയിൽ ഒന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല. നിങ്ങളുടെ തലമുടിയുടെ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും. മനുഷ്യരുടെ പറയുന്നവൻ ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിലും തള്ളി പറയപ്പെടും. മനുഷ്യപുത്രനെതിരായി സംസാരിക്കുന്നവനോട് ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവനോട് ക്ഷമിക്കപ്പെടുകയില്ല. സിനഗോഗുകളിലും അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുമ്പിലും അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ എന്ത് ഉത്തരം കൊടുക്കണമെന്നും എന്തു പറയണമെന്നും ഉത്കണ്ഠാകുലരാകേണ്ട. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. നമ്മുടെ കർത്താവായ മിശിഹായെ സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഇവരുടെ പ്രിയപുത്രനാകുന്നു പിതാവിൽ നിന്ന് സാക്ഷ്യം ലഭിച്ച മിശിഹായെ കർത്താവ് ദൈവവുമായി നിന്നെ ഏറ്റുപറയുവാൻ നിന്റെ സഭയെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദാസന്റെയും ഭാവിയുടെയും രൂപം ധരിച്ച മിശിഹായെ വിനീതമായ സേവനത്തിന് തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമായ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പോലീത്തായെയും മേൽ
അധ്യക്ഷനും പിതാവുമായ മാർ സെബാസ്റ്റ്യൻ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നൽകുന്ന നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. വിശുദ്ധായുടെ പാദത്തിൽ ചെന്ന് ഞങ്ങളുടെ മധ്യസ്ഥനെ മാതൃക പിടിച്ചെന്ന് വിശ്വാസത്തിലാണെന്നാലും വിശുദ്ധിയിൽ വളരുവാനും വരം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ചെറിയ കാര്യങ്ങളിലും വിശുദ്ധരായിരുന്ന ദാസരെ പോലെ അങ്ങ് നൽകിയ താലന്തുകളെ പ്രയോജനപ്പെടുത്തുവാനും വർദ്ധിപ്പിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ ഇടവകയുടെ പ്രത്യേക മധ്യസ്ഥനും പരിപാലകനുമായ വിശുദ്ധയുദാശ്രയമായ പ്രാർത്ഥനയാൽ ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സർവ്വതിനെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. സമ്പൂർണമായി നൽകുന്നിതം അടിമോടെ ജീവയാഗം തിരുവലിയായി മാറ്റിയിടണേ. ഈ യാഗമേ സമ്പൂർണമായി നൽകുന്നിതം അടിമോടെ ജീവയാഗം തിരുവലിയായി മാറ്റിയിടണേ. നമ്മുടെ കൂടെ സർവ്വതിനെയും നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരിയെ ശക്തിയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ പാത്രിയാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, സ്ത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. വിശുദ്ധമായ സ്നേഹത്തിലും വിശ്വാസങ്ങളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ.
മിശിഹായുടെ കൃപയാൽ ഈ ബലിയിൽ നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗ്ഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. സഹോദരരെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം നമ്മുടെ അപേക്ഷകൾ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാനയെ അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തരുടെ ശരീരരക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കരുണ അതിരേകത്താൽ യോഗ്യരാക്കി അന്ന് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിന് ഞങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വത്തിന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങളിൽ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥ്യം വഴി സമാധാനം സമർത്ഥമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനത്തോടുകൂടെ. സർവ്വേശ്വരായിരങ്ങളും മാലാഖമാരുടെ മഹോന്നതമായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും രൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. But
ശക്തനായ നൽകിതാവേ, ബലവാൻ കർത്താവേ പ്രഭു. കർത്താവേ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ. കർത്താവേ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശ്യനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെയും പ്രതിച്ഛായയുമായ യോജനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ ലഭ്യമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെട്ടത് എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾക്ക് നൽകിയ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭതലവനും ഭരണാധികാരിയുമായ റോമനെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, ഞങ്ങളുടെ സഭതലവനും പിതാവുമായ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി, ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ സെബാസ്റ്റ്യൻ മെത്രാന് വേണ്ടി, വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീയന്മാരുടെയും രക്തസാക്ഷിയുടെയും മതങ്ങളുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങേ സന്നിധിയിൽ പ്രീചനമായ വിധം വർത്തിച്ച് നീതിമാന്മാരും വിശുദ്ധനുമായ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി, ഞങ്ങളുടെ നിന്നും അങ്ങേ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്കും വേണ്ടിയും, അങ്ങേ കാരുണ്യം പ്രതീക്ഷിച്ച് ഇനി ആയിരിക്കുന്ന ദൈവജനം മുഴുവനും വേണ്ടിയും, നമ്മുടെ എല്ലാ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കും വേണ്ടിയും, വിശുദ്ധ യൂദാസ്ലിഹായുടെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമൃദ്ധമായി ലഭിക്കുന്നതിന് വേണ്ടിയും, പരിശീലനത്തിലായിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും, വിശ്വാസത്തെ പ്രതി വേദന അനുഭവിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടിയും, അയോഗ്യരായ എനിക്ക് വേണ്ടിയും ഈ കുർബാനയെ സ്വീകരിക്കണമേ.
കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിലൂടെ ആകർഷിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിയും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തുള്ള വലിയ പ്രത്യാശയും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാർഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവമേ, അങ്ങേ കാരുണ്യത്തിനും ഞങ്ങളോട് ദയ തോന്നണമേ. അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകും, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നുവെങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിശ്വസിഹായ അങ്ങേ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം ഇറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ദൈവം സ്നേഹത്തിൻ മാംസമായി മാറുന്ന രക്തമായി തീരുന്ന ത്യാഗത്തിൻ ദൈവം സ്നേഹത്തിൻ നമ്മുടെ കൃപയും പിതാവായ ദൈവത്തിന്റെയും സ്നേഹവും പരിശുദ്ധാത്മാവിന്റെയും സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പ്രത്യാശയോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ള വാർത്ത ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് പാപങ്ങളെ കുറിച്ച് മനസ്സിലാക്കിച്ചുകൊണ്ടും സഹോദരനെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിന് പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങയോട് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രഭാവത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിശ്വംസിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരനെ സ്വർഗ്ഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തപാനം ചെയ്യുവാനും തിരുസഭ നമ്മെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിനെ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. മാത്രം ഞാൻ കൊതിക്കൂ അണയണമേ എന്റെ ഉള്ളിൽ അത് മാത്രം ഞാൻ കൊതിക്കൂ യേശുനാഥാ വാവായൻ സ്നേഹനാഥാ പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുതിയർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ജീവദായകവും ദൈവികമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെ കുറിച്ചങ്ങിന്റെ മഹനീയ ദൈവത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. പിതാവേ, ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ ഹൃദയ
രക്ഷയായ മിശിഹായെ സ്തുതിരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും കുറുകെ അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളും ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാടെ സകലത്തിന്റെയും നാഥായ നീക്കും. കുരിശടയാളം വഴിയായ സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി, ഞങ്ങളുടെ കർത്താവിന്റെ ഏകപുത്രനേ സ്വസ്തി. നിന്നെ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രവൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞാൻ വരുന്നു. സർവശക്തനായ ദൈവമേ, അസാധികാരങ്ങൾ സാധിച്ചു കൊടുക്കുന്ന സ്വർഗീയ മധ്യസ്ഥനായി വിശുദ്ധ ദേവോസിനെ ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി പറയുന്നു. ഈ വിശുദ്ധന്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകളെ ദയാപൂർവ്വം ശ്രമിക്കണമേ. ക്രിസ്തു ശിഷ്യനും രക്തസാക്ഷിയുമായ വിശുദ്ധ ദേവോസേ, ഈ സമയം ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ ദൈവത്തിന് മുമ്പാകെ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം യാചിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ഈശോയുടെയും അവിടുത്തെ പരിശുദ്ധമായ പരിശുദ്ധനാമത്തിന്റെയും ബന്ധുവും മഹത്വപ്പെട്ടവനുമായ വിശുദ്ധയുദാശ്രീഹായെ ഞാൻ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഈശോയുടെ ഹൃദയം വഴി ദൈവം അങ്ങേക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ദൈവത്തിന് കൃതജ്ഞതാസ്തോത്രങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയെ ശുദ്ധമായ മാധ്യസ്ഥം വഴി ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് എന്നിലേക്ക് അനുഗ്രഹാശംസകൾ പൊഴിക്കണമെന്ന് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന ദൈവത്തോടെ ശ്രമിക്കുകയും അങ്ങനെയുള്ള ദൃഢമായ വിശ്വാസത്തിന് ഇളക്കം തട്ടാതെ സൂക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ നിരാശാജനകമായ കാര്യങ്ങളിൽ
ഞങ്ങളെ സഹായിക്കുന്നവരും ദൈവം അങ്ങേക്ക് നൽകിയിരിക്കുന്നുവല്ലോ. ഓ എന്റെ ആശ്രയമേ, എന്റെ സഹായത്തിന് ദൈവം വരണമേ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ ഞാൻ വാഴ്ത്തി സ്തുതിക്കുവാൻ ഇടയാകട്ടെ. എന്റെ ആയുഷ്കാലമത്രയും ഞാൻ അങ്ങയുടെ മേലെ കൃതജ്ഞത കാണിക്കുകയും സ്വർഗ്ഗത്തിൽ അങ്ങയെ സ്തുതിക്കുന്നതിന് ഇടയാകും വരെ ഞാൻ അങ്ങയുടെ വിശ്വാസത്തിൽ യാതൊരുക്കുകയും ചെയ്തുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ. ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ഉത്സാഹത്തോടെ പഠിക്കുവാനുള്ള ബുദ്ധിയും മനസ്സും ലഭിക്കുന്നതിനും അവർ വിശുദ്ധിയിലും വിശ്വാസത്തിലും വിജ്ഞാനത്തിൽ വളർന്നു വരുവാനും വേണ്ടി വിശുദ്ധയുതായേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. ദൈവം ആഗ്രഹിക്കുന്ന ജീവിതാവസ്ഥ തിരഞ്ഞെടുക്കുവാൻ ഞങ്ങളുടെ യുവതിയുവാക്കൾക്ക് ദൈവാനുഗ്രഹം ലഭിക്കുന്നതിനും അവർ തിരഞ്ഞെടുത്ത ജീവിതാവസ്ഥ ക്ലേശങ്ങൾ സഹിച്ചും തെറ്റുകൾ തിരുത്തിയും ഉറച്ചു നിൽക്കുന്നതിനും വേണ്ടി വിശുദ്ധയുതായേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കിട്ടുവാനും ഞങ്ങളുടെ തൊഴിലാളികൾ തൊഴിലിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നതിനും വേണ്ടി വിശുദ്ധയുതായേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. അടികളായിരിക്കുന്നവർക്ക് മോചനം കിട്ടുവാനും ദൈവമാണ് യഥാർത്ഥ ആനന്ദമെന്ന് അവർ ഗ്രഹിക്കുവാനും വേണ്ടി വിശുദ്ധയുതായേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. രോഗശാന്തിക്കായി മധ്യസ്ഥം യാചിക്കുന്ന എല്ലാ രോഗികൾക്കും ആരോഗ്യവും സൗഖ്യം ലഭിക്കുന്നതിനും മാറാ രോഗികൾ ദൈവത്തിന് ആശ്രയവും ആശ്വാസവും കണ്ടെത്തുന്നതിനും വേണ്ടി വിശുദ്ധയുതായേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. മാതാപിതാക്കളും മറ്റുള്ളവരും സ്നേഹത്തിൽ ജീവിക്കുവാനും അവർ സന്തോഷത്തിൽ ദൈവത്തിന് നന്ദി പറയുവാനും സങ്കടങ്ങളിൽ യേശുവിൽ മാത്രം ആശ്രയിക്കുവാനും വേണ്ടി വിശുദ്ധയുതായേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. മരണസന്നദ്ധ പ്രത്യാശയും മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്ക് നിത്യശാന്തിയും ലഭിക്കുന്നതിനും ഞങ്ങളെല്ലാവരും സ്വർഗരാജ്യം ലക്ഷ്യമാക്കി ജീവിതയാത്ര ചെയ്യുന്നതിനും വേണ്ടി വിശുദ്ധയുതായേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. ഈശോയുടെ വിശുദ്ധ സ്നേഹിതനും ദാസനും അപ്പസ്തോലനുമായ വിശുദ്ധ യൂദാശ്ലീഹായെ ഏറ്റവും നിരാശാജനകവും അസാധ്യവുമായ കാര്യങ്ങളുടെ മധ്യസ്ഥനായി തിരുസഭ അങ്ങയെ സാർവത്രികമായി വണങ്ങുകയും അങ്ങയെ സഹായം അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആശയയുടെ സന്ദർഭത്തിൽ ദൃശ്യമായ സഹായം അതിവേഗം പ്രദാനം ചെയ്യുന്നതിന് അങ്ങേക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യേക ആനുകൂല്യത്തെ വിനിയോഗിക്കണമേ എന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു. എന്റെ എല്ലാ ആവശ്യങ്ങളിലും കഷ്ടതകളിലും എന്റെ സഹായത്തിന് എത്തണമേ. എന്റെ വലിയ ആവശ്യത്തിൽ സ്നേഹമുള്ളവരെ, അല്പസമയം മൗനമായി നമ്മുടെ എല്ലാ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങളും വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥ വഴിയായി ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കാം. സ്വർഗത്തിൽ നിന്നുള്ള സഹായവും ആശ്വാസവും കിട്ടുന്നതിനും അങ്ങയോടും മറ്റെല്ലാ വിശുദ്ധരോടും കൂടി എല്ലായ്പ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നതിനും എനിക്കിടയാക്കണമേ. ഓ ധന്യനായ യൂദായേ, അങ്ങ് നൽകിയ അനുഗ്രഹത്തെ ഞാൻ ഇന്ന് കൃതജ്ഞതാപൂർവ്വം അനുസ്മരിക്കുമെന്നും ഹൃദയങ്ങളുടെയും ശക്തിയുമുള്ള എന്റെ മധ്യസ്ഥനായി അങ്ങയെ വണങ്ങുന്നതിൽ ഞാൻ ഒരിക്കലും കുറവ് വരുത്തുകയില്ലെന്നും അങ്ങയോടുള്ള ഭക്തി പ്രോത്സാഹിപ്പിക്കുന്നതിന് എന്റെ സർവ്വകഴിവുകളും ഞാൻ വിനിയോഗിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. വിശുദ്ധ യൂദായേ, ഞങ്ങൾക്ക് വേണ്ടിയും അങ്ങയെ വണങ്ങുകയും അങ്ങയെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണമേ. ആമേൻ. അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനായ ദേവസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത വിശുദ്ധ ദേവസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അനുഗ്രഹീതരുടെ ഗണത്തിൽ ഞങ്ങൾ കൂടി ഉൾപ്പെടുവാനും ദൈവ സാന്നിധ്യത്തിൽ നിത്യാനന്ദം അനുഭവിക്കുന്നതിന് നിങ്ങൾ ഇടവരുവാനും വേണ്ടി വിശുദ്ധ യൂദായേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. ഈശോയുടെ അങ്ങേക്കുള്ള സ്നേഹത്തെ കുറിച്ചും ഈശോയുടെ തിരുനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി വിശുദ്ധ യൂദായേസേ, ഞങ്ങളുടെ അപേക്ഷകൾ ശ്രവിക്കുകയും ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരികയും ചെയ്യണമേ. അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ യൂദായേസേ,
എന്റെ സകല സമയത്തുള്ള പ്രാർത്ഥനയും അനുസരിച്ച് അവിടുന്ന് തന്റെ അനുഗ്രഹപൂർണമായ സഹായങ്ങൾ അനുസരിച്ച് ഞാൻ അങ്ങേക്ക് പറയുന്നു. എന്റെ എല്ലാ പരീക്ഷണങ്ങളിലും അവിടുന്ന് എന്നെ സഹായിക്കണേ. എല്ലാറ്റിനും വിശേഷമായി എന്റെ മരണസമയത്ത് അവിടുന്ന് എന്റെ സമീപത്തുണ്ടായിരിക്കുകയും എന്റെ എല്ലാ ശത്രുക്കളിൽ നിന്ന് എന്നെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ആമേൻ. നമ്മുടെ കർത്താവിശ്വസിഹായികളുടെയും പിതാവായ ദൈവത്തിന്റെയും സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധയുദാതനെയും മാധ്യസ്ഥവും സഹായവും സംരക്ഷണവും നാം എല്ലാവരോടും നമ്മുടെ കുടുംബാംഗങ്ങളോടും നമ്മുടെ ഇടവകയോടും നമ്മുടെ എല്ലാ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എന്നേക്കും. Rexit